ബിഗ് ബോസ് മലയാളം സീസൺ 7 മൂന്നാം ദിവസം ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക്കായി നൽകിയത് വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു. എല്ലാ മത്സരാർത്ഥികളും അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മത്സരാർത്ഥിയെയും ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു മത്സരാർത്ഥിയെയും തിരഞ്ഞെടുക്കണം. അതിനുള്ള കാരണങ്ങൾ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരു പേര് നൽകുകയും വേണം. ഈ ടാസ്കിൽ ബിഗ് ബോസ് വീട്ടിൽ പല മത്സരാർത്ഥികൾക്കും പല പേരുകൾ വീണു. എന്നാൽ അതിലേറെ ശ്രദ്ധിക്കപ്പെട്ടതും ബിഗ് ബോസ് വീടിനുള്ളിലും അതുപോലെ തന്നെ പുറത്തും ഏറെ ചർച്ച ചെയ്യപ്പെട്ടതുമായ ഒരു പേരായിരുന്നു അക്ബർ ഇഷ്ടപ്പെടാത്ത മത്സരാർത്ഥിയായ രേണു സുധിക്ക് നൽകിയത്. അക്ബർ രേണുവിന് നൽകിയ പേര് സെപ്റ്റിക് ടാങ്ക് എന്നതായിരുന്നു. പക്ഷേ ഇത് മുന്നോട്ട് വരുംതോറും രേണുവിനെ വല്ലാതെ അത് ബാധിച്ചിരുന്നു. ഈ ഗെയിം കഴിയുമ്പോൾ തന്നെ രേണു സ്വന്തം ബെഡിലേക്ക് പോവുകയും അവിടെ ഇതിനെക്കുറിച്ച് റിയാക്ട് ചെയ്തുകൊണ്ട് സ്വയം സംസാരിച്ചുകൊണ്ട് കിടക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയായാലും തന്നെ ഒരു സെപ്റ്റിക് ടാങ്കിനോട് ഉപമിച്ചത്, ആർക്കും ഇഷ്ടമില്ലാത്ത, ആരും കടന്നു ചെല്ലാൻ ഇഷ്ടപ്പെടാത്ത ഒന്നിനോട് ഉപമിച്ചത് ഒട്ടും ശരിയായില്ല എന്ന് രേണു പറയുന്നു. പിന്നീട് അവസരം കിട്ടുമ്പോൾ രേണു മറ്റ് മത്സരാർത്ഥികളോട് പറയുന്നുണ്ട്, ഒരു സിംഗിൾ മദറും വിധവയും ഒക്കെയായ തന്നെ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയല്ല. സ്വന്തം മക്കളെ വളർത്താൻ വേണ്ടി ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്ന സിംഗിൾ മദേഴ്സിൻ്റെയും വിധവകളുടെയും ഒക്കെ ഒരു പ്രതിനിധിയായിട്ട് കൂടിയല്ലേ ഞാനിവിടെ നിൽക്കുന്നത്. തൻ്റെ ജീവിത പങ്കാളി മരിച്ച ഒരു സ്ത്രീ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് സമൂഹത്തിൽ നിന്ന് പലതരത്തിലുള്ള പേരുകൾ കേൾക്കേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ വളരെ മോശമായ ഒന്നായിപ്പോയി ഈ പേര് എന്നത്. സത്യത്തിൽ ഈ പേര് ബിഗ് ബോസ് വീടിനകത്ത് മാത്രമല്ല പുറത്തും കോളിളക്കം സൃഷ്ടിച്ചു എന്നതാണ് സത്യം. ഇതോടുകൂടി രേണുവിന് ഒരു സോഫ്റ്റ് കോർണർ കിട്ടുകയും അതുപോലെ തന്നെ അതേസമയം അക്ബർ വളരെയേറെ വിമർശിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ഒരു സ്ത്രീക്ക് പേരിടാൻ കഴിയുന്ന ഒരു പേരായിരുന്നില്ല അത് എന്ന് തന്നെയാണ് ഭൂരിഭാഗം ആളുകളുടെയും അഭിപ്രായം. ഇതിൻ്റെ ധാർമ്മികത എന്തു തന്നെയായാലും ഇതിൻ്റെ ഗെയിമുമായി ബന്ധപ്പെട്ട വശം ഇങ്ങനെയാണ്. ഇത് ബിഗ് ബോസ് വീട്ടിൽ നിലനിൽക്കുന്നതിന് ഒരു ഊർജ്ജമായി മാറും. മാത്രമല്ല പ്രേക്ഷകർ കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ ഒരു കാരണമാകും. അതേസമയം അക്ബറിന് സപ്പോർട്ട് കുറയുന്നതിന് ഉള്ള ഒരു കാരണമായി ഇത് മാറും. അക്ബറിനെതിരെ ഒരു ജനവികാരം രൂപപ്പെടാനും ഇത് കാരണമാകും. മാത്രമല്ല ബിഗ് ബോസ് വീട്ടിൽ തന്നെ അക്ബർ മറ്റു മത്സരാർത്ഥികൾക്കിടയിൽ ഒറ്റപ്പെടാനും ഇത് കാരണമാകും. വരും ദിവസങ്ങളിൽ ഇനി എത്ര നാൾ അക്ബർ ആ വീട്ടിൽ നിൽക്കുന്നു ആ കാലമെല്ലാം ഇത് അക്ബറിന് ഒരു വലിയ തലവേദന തന്നെയായിരിക്കും. ഒരുപക്ഷെ അക്ബർ ഉദ്ദേശിച്ച ആശയം ഉൾക്കൊള്ളുന്ന മറ്റേതൊക്കെ പേരുകൾ കൊടുക്കാമായിരുന്നുവെങ്കിലും ഈ പേര് വിളിച്ചതോടെ അക്ബർ യഥാർത്ഥത്തിൽ സ്വയം ട്രാപ്പിലായിരിക്കുകയാണ്. ഇനി അറിയേണ്ടത് ഒരു ഗെയിമിൻ്റെ പാർട്ട് എന്ന നിലയിൽ ഈ വിഷയം എങ്ങനെ ചർച്ച ചെയ്യപ്പെടുകയും കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. ഈ വിഷയം സജീവമായി മുന്നോട്ട് നിന്നാൽ ഒരു പക്ഷേ അക്ബറിൻ്റെ ബിഗ് ബോസ് വീട്ടിലെ സ്വപ്നങ്ങൾക്ക് വരെ ഇത് ഒരു വിലങ്ങുതടിയായി മാറാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം, ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ആരംഭിച്ച വീക്കിലി ടാസ്കിൻ്റെ ഭാഗമായി അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേഷനിൽ എത്തിയിട്ടുണ്ട് അക്ബർ. ഈ വിഷയം അടുത്ത ആഴ്ച വോട്ടിംഗ് സമയം വരെ ഇത് സജീവമായി നിലനിൽക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അക്ബറിനുള്ള വോട്ടിംഗ് പൊസിഷനിൽ പോലും ഇത് ബാധിച്ചേക്കാം. എന്തൊക്കെയായാലും ഇതൊരു മത്സരവേദി തന്നെയാണ് എങ്കിലും വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ, പേരുകൾ ഉപയോഗിക്കുമ്പോൾ അക്ബർ ഈ വിഷയത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ കാണിക്കേണ്ടതായിരുന്നു.